ഈ ACC ഇപ്പൊ ലാസ്റ്റ് നമ്മളെ പഴയ ബിടെക് പോലെയോ അതായത് ചറവറായിട്ട് എല്ലാവരും ഇപ്പൊ ACC എടുക്കുന്നുണ്ട്. അപ്പൊ ACCന്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്താ പറയുക? ആക്ട് ചെയ്യறது മുന്നിൽ അല്ലെ അറിയുന്നില്ല. അതെ നിങ്ങൾക്ക് നമ്മള് തല കുറിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് മനസ്സിലായി 100 ആള് ക്ലാസ്സിലുണ്ടെങ്കിൽ അതിൽ 90% ആൾക്കാർ എന്താണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അതുപോലെയാണ് ടോപ്പിക്സ് അതിൽ 10 ആൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവർ ചോദിച്ചാലേ നമുക്ക് പറയാൻ പറ്റും. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ മൈൻഡിൽ എപ്പോഴും ഒരു കോട്ടാണ്, അതായത് റിമെമ്പർ വൈ യു സ്റ്റാർട്ട്. കാരണം എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ എന്തുണ്ട് ഒരു ഉള്ളിൽ എന്തോ ഒരു റീസൺ ഉണ്ട്. പക്ഷേ ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബിസിനസ്സിൽ വേണ്ട ഒരാളാണ് ആര്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിലും ഒരു ടാക്സേഷന്റെ ആളാണെങ്കിലും ഇങ്ങനെ ഓരോ പൊസിഷനിലും ആൾക്കാർ വേണം. അത് മാത്രമല്ല 2027 പുതിയ ടോപ്പിക് വരുന്നുണ്ടല്ലോ, ഡാറ്റ അനലിറ്റിക്സ് പറഞ്ഞിട്ട്. അപ്പൊ ACC അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല, ഇനിയും കൂടുതൽ എന്താണ് ടാഗ് ലൈൻ നോക്കിയാൽ മതി, തിങ്ക് അഹെഡ് ആണ്. ഇപ്പൊ കൊമേഴ്സുകാരെ കാലാണ് അല്ലേ. ഇപ്പോൾ ഓരോ വർഷം കഴിയുന്നവർ എന്താണ് ACC ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, അതിന്റെ മാർക്കറ്റബിലിറ്റി ഒരുപാട് കൂടി വരുന്നുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ ACC പറയുമ്പോൾ ആകെ കുറച്ച് ആൾക്കാരോളം ACC ഒക്കെ എടുക്കുന്നത്. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ പോലെ നാട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ, അതായത് ACC ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്ത അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ഒരു മണിക്കൂർ വേണ്ടി വരും. എന്താണ് ACC പോലെ നമ്മള് ഗ്ലോബൽ CA എന്ന് പറയേണ്ട ഒരു അവസ്ഥ, അങ്ങനെ പറയേണ്ട സിറ്റുവേഷൻ. പണ്ട് ഈ പറഞ്ഞ പോലെ ആകെ നമുക്ക് അറിയുന്ന ഒരു കൊമേഴ്സ്യൽ, അതായത് കൊമേഴ്സ് റിലേറ്റഡ് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ CA മാത്രമേ. പക്ഷെ ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഈ +2 കഴിയുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം നമ്മുടെ മുമ്പിൽ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ACC നല്ല രീതിയിൽ എന്താ മാർക്കറ്റബിലിറ്റി ആയിട്ട്. അപ്പോ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ACC കുറിച്ചിട്ട് ഇപ്പോൾ ഡിഗ്രിയും നോക്കുന്ന ഇപ്പോൾ പല പിള്ളേരും എന്താണ് ഡിഗ്രി എടുക്കുന്നുണ്ട്, ചില പിള്ളേർ ACC എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വൈ ചൂസ് ACC എന്ന് പറയുന്നതിൽ എന്താണ് ജബീൻ സാർ നിങ്ങൾക്ക് പറയാനുള്ളതിൽ? നോർമലി വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ, +2 കഴിഞ്ഞിട്ട് ഡയറക്ട്ലി ACC എടുക്കണോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ACC എടുക്കണം. ഇപ്പൊ എന്റെ കേസ് ആണെങ്കിലും ഫിജാസ് സാറിന്റെ കേസിലാണെങ്കിലും നമ്മളൊരു 20-21 ആകുമ്പോൾ എന്തായിട്ടുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ആ ഒരു അതായത് പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ കഴിഞ്ഞത്, ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫാറൂഖ് സാർ ആയാലും ജബീൻ സാർ ആയാലും എന്താ ചെറിയ ഏജിൽ തന്നെ ഇപ്പൊ ജോബിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ 20s തന്നെ നമ്മൾ ജോബിൽ കയറിയിട്ടുണ്ട്. ജസ്റ്റ് ACC മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ ഡിഗ്രിയും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ആയി അങ്ങനെ ചെറിയ ഏജ് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറയാൻ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് അത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ഈ പറയുന്ന ACC നമ്മൾ ഈ 21st അല്ലെങ്കിൽ 22nd ഏജിൽ നമ്മൾ കംപ്ലീറ്റ് ആവും. നമുക്ക് എന്തുണ്ട് ACC എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നമുക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി നമ്മുടെ. ഇപ്പൊ പിള്ളേർ തന്നെ ഇപ്പൊ നോർമൽ ഡിഗ്രി മാത്രം മതിയെങ്കിൽ ഡിഗ്രി എടുത്താൽ മതി. പക്ഷെ ഈ പിള്ളേർക്ക് എന്താ കുറച്ചും കൂടി എന്താണ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആവണം, കുറച്ചും കൂടി നല്ല രീതിയിൽ എന്താ ഫിനാൻഷ്യലി നല്ല മൾട്ടിനാഷണൽ കമ്പനീസിലും വലിയ ബിഗ് 4 കമ്പനിയിലൊക്കെ ജോലിക്ക് കയറണമെങ്കിൽ എന്തുകൊണ്ട് ACC തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഈ ACC സ്ട്രക്ചർ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ ACC നോർമലി 3 സ്റ്റേജ് ആയിട്ടാണുള്ളത്. ഒന്ന് നോളേജ് ലെവൽ, രണ്ടാമത്തത് സ്കില്ല് ലെവൽ, മൂന്നാമത്തത് P ലെവൽ എന്നുള്ള രീതിയിൽ 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് ഓൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 13 പേപ്പേഴ്സ് ആണ്. ആൻഡ് ACCന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പൊതുവെ നമ്മൾ പറയുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. അതായത് ഓരോ പേപ്പേഴ്സ് വെച്ചെടുത്താൽ മതി. നമ്മൾക്ക് ഇന്ന് ഫസ്റ്റത്തെ പേപ്പർ തന്നെ ഫസ്റ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ നോർമലി ഇപ്പൊ ഞാനാണെങ്കിലും ഫറൂഖ് സാറാണ് എടുക്കുന്ന പേപ്പർ അല്ലെങ്കിൽ ഫിജാസ് സാർ എടുക്കാറില്ല, അക്കൗണ്ട്സ് ആണ്. മൂന്നാമത്തെ പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അധികം എടുക്കുന്ന ഫസ്റ്റ് പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതുകൊണ്ട് ഒരു ഓർഡറോ കാര്യങ്ങളൊന്നും ഇല്ല. നോളജ് ലെവൽ കഴിഞ്ഞ് സ്കില്ലിലേക്ക് പോവാം, സ്കില്ല് കഴിഞ്ഞ് P ലെവലിലേക്ക് പോവാന്നുള്ളത്. പക്ഷെ അവിടെ ചോദിക്കുന്ന ഡൗട്ടാണെന്ത്, നോളജ് ലെവൽ കഴിഞ്ഞിട്ട് മാത്രമാണോ സ്കില്ല് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ സ്കില്ല് കഴിഞ്ഞിട്ട് മാത്രമാണോ P ലെവൽ എടുക്കാൻ? അങ്ങനെ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇത്രയേ ഉള്ളൂ, ആ സ്റ്റുഡന്റിന് ഏതാണോ ആപ്റ്റായിട്ട് ഫീൽ ചെയ്യണം എന്ത് ചെയ്യാം, സ്റ്റുഡന്റ് ചൂസ് ചെയ്യാൻ വേണ്ടി വരും. നമുക്കറിയാം ഫസ്റ്റ് 9 പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിലിപ്പോ നോർമലി എല്ലാവരും നോളജ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാറുള്ളൂ, സ്കില്ലിലേക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൊന്നുമില്ല. ഡയറക്ട്ലി ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്കില്ലിലേക്ക് പോകാനൊക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ. സ്റ്റുഡന്റ് അക്കൗണ്ട് ഉണ്ടാകുന്ന ആൾക്കാർ FA അക്കൗണ്ട് ആണെങ്കിൽ പിന്നെ ഫസ്റ്റത്തെ 3 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. FA അതേപോലെ MA ഈ 3 പേപ്പേഴ്സ് കഴിഞ്ഞാലാണ് സ്കിൽ ലെവലിലേക്ക് പോകാൻ പറ്റുക. ഈ FIA റൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോർമലി സ്റ്റുഡൻസിന്റെ ഡൗട്ട് ഉണ്ടോ, അതായത് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടും. ഓഫ്കോഴ്സ് നമുക്കറിയാം കൊമേഴ്സ് കഴിഞ്ഞാൽ എന്തായാലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പറയുന്ന കൊമേഴ്സ് കോഴ്സുകൾ നമുക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ +2 കഴിയുന്ന അതും എസ്പെഷ്യലി ഈ പറയുന്ന സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ഒരു മെയിൻ കൺസേൺ ആണ്. അവർക്ക് ഈ പറയുന്ന കൊമേഴ്സിൽ അതായത് ACC ആയിക്കോട്ടെ ഇങ്ങനത്തെ കോഴ്സുകൾ എടുക്കാൻ വേണ്ടി ഉത്തരം പറയാൻ പറ്റും. കാരണം ഞാൻ +2 സയൻസ് പഠിച്ച ഒരാളാണ്, പഠിച്ചത്. പിന്നെ സയൻസ് പഠിച്ച ഒരാൾക്ക് എന്തായാലും ACC എടുക്കുക, ഒരു പ്രശ്നമില്ല. അതിൽ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമലി +2 കഴിഞ്ഞ കൊമേഴ്സ് സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് എന്താ ഈ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, എങ്ങനെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന അറിയണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഒരു +2 കഴിയുന്ന സമയത്ത് എന്താണ് ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്ന് അറിയാം. ആകെ കാണുന്ന ഡെബിറ്റും ക്രെഡിറ്റും ബാങ്കിന്റെ മെസ്സേജാണ്, അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല.
അപ്പം അങ്ങനെ ഒരു പ്രശ്നം മാത്രമാണ് കണ്ടുവരുന്നത്. പക്ഷെ നോർമലി FA നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുക്കുന്ന സമയത്ത് ബേസ് മുതൽ സ്ക്രാച്ച് മുതൽ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും സ്ക്രാച്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഒരു പ്രശ്നം വരത്തില്ല. ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു നോർമൽ സ്റ്റുഡന്റ് +2 എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു നോർമൽ ഡിഗ്രി ചൂസ് ചെയ്യാണ്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും നമുക്കറിയാം ചെറിയൊരു ചെറിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് അധികം പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും, റിട്ടേൺ കിട്ടും. ഡിഗ്രി പഠിച്ചിട്ട് ആ സ്റ്റുഡന്റ് ഒരു ജോബിലേക്ക് പോയി കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ആ സ്റ്റുഡന്റ് എടുത്ത റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് റിട്ടേൺ കിട്ടും. ഡിഗ്രി കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ഓപ്ഷൻ അവിടെ വരുന്നുണ്ട് ഡിഗ്രി. പക്ഷെ ACC കഴിഞ്ഞാൽ എന്താ ഓൾമോസ്റ്റ് ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ടിക്കറ്റ് ആണ് കിട്ടുന്നത് ആക്ച്വലി നമ്മൾ ACC എടുത്ത് കഴിഞ്ഞാൽ. നോർമലി പറയുന്ന റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ. അതായത് ഡിഗ്രി പഠിക്കുന്നത് നമ്മൾ നോർമലി എക്സാം എഴുതുന്ന ആൾക്കാർ അറിയാം, ലാസ്റ്റ് ഒരു 1 വീക്കിലായിരിക്കും ഇരുന്ന് പഠിച്ചിട്ട് പാസ്സാവും. അതിപ്പോ നമ്മളാണെങ്കിലും ഡിസ്റ്റന്റ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അത്രേ ചെയ്തിട്ടുള്ളൂ അല്ലെ. പക്ഷെ ACC ഒക്കെ അങ്ങനെയല്ല. നമ്മൾ ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ മുതൽ കൺസിസ്റ്റൻസിയാണ് നമ്മൾ എപ്പോഴും ഡിസിപ്ലിൻ ഒക്കെ ആയാൽ മാത്രമാണ് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഇടുന്ന എഫേർട്ടിനുള്ളിൽ നമുക്ക് റിട്ടേൺ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ റിട്ടേൺ ഈസ് വെരി ബിഗ് അല്ലെ. പിന്നെ ACCന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ACC കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർക്കണമെന്നില്ല. നമുക്ക് ഈവൻ 9 പേപ്പേഴ്സ് ഒരിക്കലും കഴിഞ്ഞിട്ടാണ് ജോബ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതായത് അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ പറയുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിന്. വൺസ് 9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതും കമ്പനീസിൽ പ്ലേസ് ആവുന്നുണ്ട്. അതും നോർമൽ കമ്പനീസ് അല്ല, Big 4 പോലത്തെ EY അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ് ആവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ലൊരു സാലറി പാക്കേജ് അവർ യങ് ഏജിൽ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട് തന്നെ പല സ്റ്റുഡൻസ് എന്താണ് അവരുടെ സ്റ്റഡീസും അതേപോലെ തന്നെ വർക്കും എന്താണ് ഒരുമിച്ച് പാരലൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. നോർമലി നമ്മൾ പറയാറുണ്ട് സ്റ്റഡീസ് എന്നുള്ളത്, സ്റ്റഡീസ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഭയങ്കര ഓക്കെ ആയിരിക്കും. പക്ഷെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് പഠിക്കാന്നുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് കാണലുണ്ട്. പക്ഷെ രണ്ടും ഹാൻഡിൽ ചെയ്തിട്ട് കൊണ്ടുപോകാനും പറ്റും അല്ല. ചില സമയത്ത് ഇപ്പം വർക്കിംഗ് പ്രൊഫഷണൽസ് ചില സമയത്ത് അവർക്ക് ഇപ്പൊ ഡിഗ്രി പഠിച്ചിട്ട് ജോബിന് കയറിയ ഒരാളുണ്ടാവും, അയാൾക്ക് ACC എടുക്കണമെന്ന് ചില സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അയാൾക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ എന്താണ്, അയാളെ ടൈം മാനേജ്മെന്റും അയാൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുള്ള കാര്യങ്ങളും നോക്കിയിട്ടാണ്. നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ഒരു ഉറപ്പ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ഇപ്പൊ വർക്കിംഗ് പ്രൊഫഷണൽസിന് എന്താണ് ACC കൂടെ പഠിക്കാൻ പറ്റും. അൾട്ടിമേറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് റിസ്ക് എടുക്കുന്നുണ്ടോ നമുക്ക് റിട്ടേൺ കിട്ടും. റിസ്ക് കുറവാണ് എടുക്കുന്നത് ലൈഫിൽ. വർക്ക് ചെയ്യുന്ന ഒരാള് അയാള് ടൈം കണ്ടെത്തി പഠിച്ച് പാസ്സായാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും, അതിന്റേതായ റിട്ടേൺ കിട്ടും. നേരെ മറിച്ച് അയാൾ ക്വാളിഫിക്കേഷനുള്ള ജോബ് ഇങ്ങനെ പോകാനുള്ള പ്ലാൻ ആണ് നമുക്ക് അതേ അനുസരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. സൈലത്തിലാണെങ്കിലും എന്താ മെന്റേഴ്സ് ആയാലും ഫാക്കൽറ്റി അസോസിയേറ്റ് ആണെങ്കിലും നല്ലൊരു സപ്പോർട്ട് ആയി നിൽക്കുന്നുണ്ട്. മാരത്തോൺ സെഷൻസ് ആയാലും പിന്നെ വീക്ക്ലി എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് എന്താണ് അവര് ഡൈവേർട്ട് ആവുമ്പോൾ വീണ്ടും ബാക്ക് ടു ട്രാക്കിലേക്ക് സ്റ്റഡീസിലേക്ക് എത്തിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും സൈലം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു എന്താണ് ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് അത് ആക്ച്വലി സൈലത്തിനെ പറ്റി പറയുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യം പറയുന്ന സമയത്ത് ഇപ്പൊ ഫീസ് ഇപ്പൊ പല പിള്ളേരും പറയുന്നുണ്ട് ഈ എക്സാം ഫീസ് ആയാലും ഭയങ്കര കൂടി വരുന്നത് എന്നുള്ള. അപ്പോൾ ഈ എക്സാം ഫീസ് ACCയുടെ ഫീസ് കൂടി വരുന്നത് അത് ആക്ച്വലി ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ ACCയിൽ? അത് നമ്മളൊരു റിട്ടേൺസിന്റെ ഒരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും നമ്മൾ ഇതിന്റെ റിട്ടേൺസ് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ ഇടുന്നത് ഇപ്പൊ ഒരു ടോട്ടൽ നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 5 lakh അറൗണ്ട് എല്ലാം ആയിരിക്കും എക്സാം ഫീസും ഒക്കെ വരുന്ന സമയത്ത് അറൗണ്ട് അതാണ് വരാം. പക്ഷെ ഇത് പേ ബാക്ക് ആയ ഒരു 1 to 2 years മതി. നമ്മൾ നോക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ഫസ്റ്റ് സാലറി കിട്ടുന്ന സമയം മുതലേ എത്ര എനിക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ട്, എത്ര എന്റെ നിന്ന് സ്പെൻഡ് ആയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു 1 years കൊണ്ട് പേ ബാക്ക് ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ഈ ACC ലാസ്റ്റ് നമ്മളെ പഴയ ബിടെക് പോലെയോ അതായത് ചറവറായിട്ട് എല്ലാവരും ഇപ്പൊ ACC എടുക്കുന്നുണ്ട്. അപ്പൊ ACCന്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്താണ്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ACC എല്ലാവരും ACCക്കാരെ എന്താണ് അതിന്റെ ആ ഒരു അതിനെ പറ്റി നമുക്ക് പറയാനുള്ളത്? അല്ല ACC പറ്റി പറയുകയാണെങ്കിൽ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് അവരെ ക്വാളിറ്റി ഒരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും ACCയുടെ പാസ് റേറ്റ് ആയാലും. കാരണം ഇനി പിള്ളേർ ഒരുപാട് വരുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഒരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലെവലിൽ കൂടുതൽ ആൾക്കാർ പാസ്സാകാറില്ല. കാരണം നമ്മൾ കണ്ടിട്ടുള്ള പാസ് റേറ്റ് ഒക്കെ സ്കിൽ ലെവലിലും ഒരു 50-55% 50 ആള് 55 ആളെ പാസ്സാവുള്ളൂ. ഡബിൾ ഒക്കെ ആകുമ്പോൾ ഒരു 40 ആ റേഞ്ചിൽ ആൾക്കാരെ പാസ്സാവുള്ളൂ. ബാക്കിയുള്ള ഫെയിൽ ആവും. നമ്മള് പാസ് റേറ്റ് അല്ല, ഗ്ലോബൽ പാസ് റേറ്റ് പാസ് റേറ്റ് നമ്മള് നേരെ ഡബിൾ ആക്കാൻ എപ്പോൾ ശ്രമിക്കുന്നത്, മാക്സിമം പാസ് ആക്കാൻ. മാക്സിമം നല്ലൊരു പാസ് പെർസെന്റേജ് തന്നെ നോക്കുന്നത്. സൈലത്തിലാണെങ്കിലും ആ ഒരു പാസ് പെർസെന്റേജ് തന്നെ കാണും, നല്ലൊരു പാസ് പെർസെന്റേജ് കാണുന്നുണ്ട് സൈലത്തിൽ. എനിക്ക് തോന്നുന്നത് അതായത് ഇത്രയേ ഉള്ളൂ, ആൾക്കാർ കൂടുതൽ വന്നാൽ പോലും നമ്മളിപ്പോ
നോർമലി മെഡിക്കലിലാണെങ്കിൽ ഇപ്പൊ ഒരു ഡോക്ടർ ആയിരിക്കണം, അയാൾ ആ വർക്കാണ് ചെയ്യാം അല്ലെ. ഇപ്പൊ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് വർക്കാണ് ചെയ്യാം. പക്ഷേ ഈ ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബിസിനസ്സിലും വേണ്ട ഒരാളാണ് ആര്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിലും ഒരു ടാക്സേഷന്റെ ആളാണെങ്കിലും ഇങ്ങനെ ഓരോ പൊസിഷനിലും ആൾക്കാർ വേണം. അപ്പൊ ഈ എല്ലാ ഫീൽഡിലും ആര് വേണ്ടി വരും, നമ്മൾ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡേ ടു ഡേ നോക്കുകയാണെങ്കിൽ അധികം ആൾക്കാർ പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങിയാണ്. അപ്പൊ ബിസിനസ്സുകൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് കൊമേഴ്സ് നല്ല രീതിയിൽ അതാണ് നമ്മൾ പൊതുവെ പറയുന്നത്. കൊമേഴ്സ് ആണ് എന്ത് ഇനി ഫ്യൂച്ചറിലേക്ക് വരാൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. കാരണം ACC നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോ ടാക്സേഷൻ ആണെങ്കിലും ഓഡിറ്റിംഗ് ആണെങ്കിലും അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ കോസ്റ്റിംഗ്, ലോസ് കാര്യങ്ങള്, കോസ്റ്റിംഗ് ഈ പറഞ്ഞ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നത്. അപ്പൊ ഈവൻ SBI പോലത്തെ പേപ്പർ ഒക്കെ ആവുന്ന സമയത്ത് CFO ലെവലിൽ നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സ്കോപ്പും വൈഡ് ആയിട്ട് നമ്മൾ എല്ലാ സിലബസും കവർ ചെയ്യുന്ന ഒരു അത് മാത്രമല്ല 2027 പുതിയ ടോപ്പിക് വരുന്നുണ്ടല്ലോ, ഡാറ്റ അനലിറ്റിക്സ് പറഞ്ഞിട്ട്. അപ്പൊ ACC അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല, ഇനിയും കൂടുതൽ എന്താണ് നമ്മൾ ടാഗ് ലൈൻ നോക്കിയാൽ മതി, തിങ്ക് ഹെഡ് ആണ്. ACC എന്ന് പറഞ്ഞാൽ പണ്ട് എന്താണോ ഉണ്ടായത് അതല്ല, കുറച്ച് വർഷം മുന്നേ എന്ത് ചെയ്തു അവർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ്. ആ വാക്കിനോട് നല്ല രീതിയിൽ ഒരു ആത്മാർത്ഥ പുലർത്തുന്ന ഒരു കോഴ്സാണ് ACC. പഠിക്കുന്ന സമയത്ത് ബേസിക് എക്സൽ അറിയണം, അല്ലെ വേർഡ് യൂസ് ചെയ്യാൻ അറിയാം. എക്സാം എഴുതുന്നത് നമ്മൾ എക്സലിലും ആണ് നമ്മൾ യൂസ് ചെയ്യാൻ അറിയും. ഒരു നമ്മൾ ക്വാളിഫൈഡ് ആകുന്ന സമയത്ത് എന്തല്ല ജസ്റ്റ് ഒന്നും അറിയാത്ത ഒരാളായിട്ട് മാറുന്നു, അത്യാവശ്യത്തെ പറ്റി അറിയുന്ന ആൾക്കാരായിട്ടാണ് പാസ് ഔട്ട് ആവുന്നത്. പിന്നെ അടുത്തൊരു മെയിൻ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ACCA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു, ഈ ACCA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു സ്റ്റുഡന്റിനുള്ള ഓപ്പർച്യൂണിറ്റി? അതായത് ജസ്റ്റ് ഒരു ഓഡിറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ അക്കൗണ്ട്സ് മാത്രമാണോ, അല്ലെങ്കിൽ അതിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ ACCA കഴിഞ്ഞ് കഴിഞ്ഞാൽ? ഇപ്പൊ അക്കൗണ്ടിംഗ് ഫീൽഡ് ഉണ്ട്, ഇപ്പൊ ഓഡിറ്റിംഗിൽ തന്നെ പല ഫീൽഡ്, ഇന്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്, ഫോറൻസിക് ഓഡിറ്റിംഗ് കാര്യങ്ങൾ ഒരുപാടുണ്ട്. അക്കൗണ്ടിംഗ് ആണെങ്കിലും പല മേഖലയിലുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല ടാക്സ് അഡ്വൈസർ ആവാം, ഫിനാൻഷ്യൽ മാനേജർ ആവാം, റിസ്ക് മാനേജർ ആവാം, അങ്ങനെ പല ഒരുപാട് ഫീൽഡ് ഉണ്ട്. ഇനി ഒന്നും വേണ്ട, നമ്മൾ പോലെ ഫാക്കൽറ്റി ആവാനോ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പല. അതായത് ഈ അക്കൗണ്ട്സും ഓഡിറ്റിംഗ് അല്ലാണ്ട് എന്തുണ്ട് മൾട്ടിപ്പിൾ വെറൈറ്റി ഓഫ് പേപ്പേഴ്സ് നോക്കിയാൽ മതി അല്ലെ. ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഉണ്ട്, റിപ്പോർട്ടിംഗ് വരുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിംഗ് വരുന്നുണ്ട്, ടാക്സേഷൻ വരുന്നുണ്ട്, ഓഡിറ്റിംഗ്. ഓരോ പേപ്പേഴ്സിൽ നമ്മൾ കോറായിട്ട് പഠിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതിന്റെ ഫീൽഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ്ഡ് ആകാൻ പറ്റും. ഇനിയിപ്പോ ACCA ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഇനിയിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് അവർക്കൊരു കീ ടിപ്പായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ പറയാൻ വേണ്ടി പറയുന്ന ഒരു സാധനമാണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. കാരണം നമുക്ക് ചില സമയത്ത് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാവും. ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വീഡിയോസ് ആണ് ആ മോട്ടിവേഷനിൽ ചിലപ്പോൾ പഠിക്കും. നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്ത് ചെയ്യും, ഒരു 1 hour 2 hour 3 hour ഒരു ദിവസം അരമണിക്കൂർ പോലും ഇരിക്കാത്ത ആള് ചില 2 മണിക്കൂർ 3 മണിക്കൂർ അതിനെ കൊണ്ട് കാര്യമില്ല. കാരണം നെക്സ്റ്റ് ഡേ ഈ മോട്ടിവേഷൻ ലോ ആയിരിക്കും, നമ്മൾ പഠിക്കൂല. പക്ഷെ അതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അതായത് ഒരു അരമണിക്കൂർ ഡെയിലി ഇടുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, മെല്ലെ ഒരു 45 മിനിറ്റ്സിലേക്ക് ആക്കി ഒരു പ്രശ്നം നമുക്കാണ് അറിയണം നമ്മുടെ പൊട്ടൻഷ്യൽ എത്രയാണ്. ഇപ്പൊ മറ്റൊരാളെ കമ്പയർ ചെയ്യാൻ ഒരാള് 1 മണിക്കൂർ ഡെയിലി പഠിക്കുന്നുള്ളൂ, പക്ഷെ എനിക്ക് 1 മണിക്കൂർ പഠിച്ചിട്ട് എന്താ വെച്ചാൽ ആള് 1 മണിക്കൂർ കൊണ്ട് 10 പേജ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഫൈനൽ പേപ്പേഴ്സ് ഞാനും ഫാറൂഖ് സാറും ലാസ്റ്റ് ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. ഫാറൂഖ് സാറിന് രാവിലെ പഠിക്കുന്ന ഒരാളാണ്, രാവിലെ എണീച്ച് പഠിക്കുന്നത്. എനിക്കത് നടക്കൂല, എനിക്ക് രാത്രി തന്നെ പഠിക്കണം, ഒരു 11 o'clock to അങ്ങനെ പഠിക്കണം. സ്റ്റഡി പ്ലാൻ നമുക്ക് ഒരാൾക്ക് ഒരേ രീതിക്ക് ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് എഴുതിയിട്ട് പഠിക്കണം, ചിലർക്ക് വായിച്ച് പഠിക്കണം, ചിലർക്ക് കുറെ ടൈം എടുത്ത് പഠിക്കണം. ഓരോ ആൾക്കും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ ആരും കമ്പയർ ചെയ്യേണ്ടത് സ്വന്തം മിസ്റ്റേക്സും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എല്ലാ സിലബസും കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോ 1 hour കൊണ്ട് ഒരു സ്റ്റുഡന്റ് 20 പേജ് വായിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ കൊണ്ട് ആകെ ഒരു 5 പേജ് വായിക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാം, 4 മണിക്കൂർ പഠിക്കുക, നമ്മൾ വർക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, കിട്ടാത്തായിട്ട് ഒന്നുമില്ല. നോർമലി പറയുന്ന ഒരു പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യണം. അത് ഇത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, കംപ്ലീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതാണ് ഒരു സ്റ്റുഡന്റ് ഇപ്പോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ത് ചെയ്യുക, അത് തീർക്കാന്നുള്ളത്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ മൈൻഡിൽ എപ്പോഴുള്ള ഒരു കോട്ടാണ്, അതായത് റിമെമ്പർ വൈ യു സ്റ്റാർട്ടഡ്. കാരണം എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ എന്തുണ്ട്, ഒരു ഉള്ളിൽ എന്തോ ഒരു റീസൺ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ആരും ഇപ്പൊ എല്ലാവരും പറയും ഞാൻ വെറുതെ എടുത്തു പറയുകയാണെങ്കിൽ പോലും എന്തുണ്ട് ഉള്ളിൽ ഒരു റീസൺ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. റിമെമ്പർ വൈ യു സ്റ്റാർട്ടഡ്. വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ട്, ആ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആവാം. ഒരാൾക്ക് ഓരോന്നായിരിക്കും. പിന്നെ എന്റെ കേസിൽ ഞാൻ പൊതുവെ ക്ലാസ്സിൽ പറയുന്നതാണ് എന്ത്, എനിക്ക് മാക്സിമം എഫേർട്ട് ഞാൻ ഇടാം, പക്ഷെ കുറെ വർഷം ഇടൂല.
കുറച്ച് വർഷം ഇടാം. അപ്പോൾ ACC നോക്കുമ്പോൾ ഒരു 2 to 3 years ഇട്ടാൽ മതി. അപ്പം ഞാൻ ആ 2 to 3 years മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് വേഗം ക്വാളിഫൈ ആകാൻ നോക്കിയത്. അതേപോലെ തന്നെ ഓരോ ആൾക്കും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാം. സോ ഒരിക്കലും നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് ക്ലാസ് കൊണ്ട് സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു പഠിക്കുന്നതിന്റെ ക്വാളിറ്റീനെ എഫക്ട് ചെയ്യുന്ന എന്തായാലും തോന്നുന്നില്ല. കാരണം അവർക്ക് എന്തായാലും എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ട് പഠിക്കുന്ന അതേ ഒരു കാര്യം തന്നെ അവിടെയും കിട്ടുന്നുണ്ട്, ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, അവര് പൈസ കൊടുത്താണ് പഠിക്കുന്നവർ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ പറയില്ലേ ഇപ്പൊ റിസോഴ്സ് മാക്സിമം എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് നമ്മൾ എങ്ങനെയാണ് അത് ഡെലിവറി ചെയ്യുന്നത് മാത്രമല്ല ഒരു അപ്പുറത്തുള്ള ആൾക്കാരുണ്ട്. കാരണം സ്റ്റുഡൻസ് ഇപ്പം ഇരുന്ന് കേൾക്കുകയാണ്, ഒരു ഡൗട്ട് ഉണ്ട്, ചോദിക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെ കൊടുത്താലും കണക്ക് എങ്ങനെ. ഇപ്പൊ ഓഫ്ലൈനിൽ ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും എല്ലാം അറിയുന്ന പോലെ നമ്മൾ പറയട്ടെ, ആക്ട് ചെയ്യരുത് മുന്നിൽ അല്ലെ, അറിയുന്ന പോലെ അതെ അതെ എന്നവർക്ക് നമ്മൾ തല കുറിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അവർക്ക് മനസ്സിലായി അല്ലെ. നമ്മൾ ഒരു 100 ആൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അതിൽ 90% ആൾക്കാർ എന്താണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, അതുപോലെയാണ് ടോപ്പിക്സ് മൂവ് ചെയ്യുക. അതിൽ 10 ആൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവർ ചോദിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ മുഖത്തെങ്കിലും ഉണ്ടാവും. അതിന് ഓഫ്ലൈൻ ആയാലും ശരി ഓൺലൈൻ ആയാലും ശരി ഏതായാലും അത് അങ്ങനെ തന്നെ വരുന്നത്. എന്തായാലും ഇത്രയുള്ള സ്റ്റുഡൻസിന്റെ ആ ഒരു ഈ ഒരു ACC ജേർണിയിൽ എന്തുണ്ടായിരിക്കും, സൈലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയാനോ കോൺടാക്ട് ചെയ്യാം. നമ്മളെ ക്ലാസ്സസിന്റെ ഡേറ്റ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പേപ്പേഴ്സിൽ വരുന്നാലും നമുക്ക് ക്ലാസ് ഒന്നും എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എന്ത് ചെയ്തോട്ടെ, സൈലത്തിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ചെയ്തോട്ടെ.